സോ ഗായ്സ്, ഇന്ന് എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ്. അങ്ങനെ രാവിലെ 9 മണിക്കാണ് ഞാൻ ഉറക്കമെണീച്ചത്. 10 മണിക്ക് എനിക്ക് ജോലിക്ക് പോകേണ്ടതാണ്. ഉറക്കം എണീച്ച ഉടനെ ചായ ആയിരുന്നു പണ്ടത്തെ പതിവ്. എന്നാൽ ഇപ്പോൾ അത് മാറി ചൂടുവെള്ളം ആക്കിയിട്ടുണ്ട്. ഗായ്സ്, അതാണ് ഹെൽത്തിന് നല്ലത്. അങ്ങനെ പിന്നെ പല്ല് തേക്കാനും പ്രഭാത കർമ്മങ്ങൾ നിർവഹിക്കാനാണ് പോയത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം ബ്രേക്ക്ഫാസ്റ്റിലേക്ക് പോയി. ഇന്ന് അപ്പവും മുട്ടക്കറിയായിരുന്നു. മുട്ടക്കറിക്ക് ഒരു അല്പം എരിവ് കൂടുതലായിരുന്നു. പക്ഷെ അത് മാനേജ് ചെയ്യാൻ പറ്റുന്ന എരിവായതുകൊണ്ട് അപ്പവും മുട്ടക്കറിയും കഴിച്ചിട്ട് നേരെ ഫ്രഷപ്പ് ആകാൻ പോയി. അങ്ങനെ ഫ്രഷപ്പ് ഒക്കെ കഴിഞ്ഞ് നേരെ റൂമിലേക്ക് വന്നു ഗൈസ്. ഇനിയാണ് ഫേസ് റൊട്ടീൻ. വേറെ വലിയ പരിപാടിയൊന്നുമില്ല. ആകപ്പാട് യൂസ് ചെയ്യുന്നത് ഈ ഡോട്ടാങ്കിയുടെ സൺസ്ക്രീമാണ്. ആക്ച്വലി ഐ എം യൂസിങ് ദിസ് ഫോർ സം മന്ത്സ്. നല്ല പ്രൊഡക്റ്റാണ് ഡോട്ടാങ്കിയുടെ ഈ സൺസ്ക്രീം. അത് കഴിഞ്ഞ് നേരെ യൂണിഫോം ഇട്ട് പെർഫ്യൂം സ്പ്രേ ചെയ്ത് ഇനി ജോലിക്ക് പോകണം ഗൈസ്. ഇന്ന് നിന്ന് തളം ചവിട്ടിയാൽ ലേറ്റ് ആവും. അങ്ങനെ ഇന്ന് തന്നെ യാത്രയാക്കാനായിട്ട് ആരുമില്ല. സോ ഇന്ന് ഞാൻ തന്നെ എന്നെ യാത്രയാക്കുവാണ്. ജാക്കറ്റ് ഇട്ട് നേരെ വണ്ടി എടുത്ത് നേരെ ഷോപ്പിലേക്ക്. ഞാൻ കാട്ടാക്കട സോണിയിലാണ് വർക്ക് ചെയ്യുന്നത്. ബജാജിന്റെ ഫിനാൻസിങ് സ്റ്റാഫായിട്ടാണ് ഗൈസ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ നേരെ ഷോപ്പിലെത്തി അവിടുത്തെ ഡെസ്കിൽ എൻ്റെ ടൂൾസൊക്കെ എടുത്ത് വെച്ചു. അതൊക്കെ കഴിഞ്ഞ് മൊത്തത്തിൽ ഒരു കറക്കമൊക്കെ ഇറങ്ങി നേരെ ലാപ്പിന്റെ ഫ്രണ്ടിൽ വന്നിരുന്നപ്പോഴേക്കും ഗൈസ് ഏതാണ്ട് 12:30. ഇന്ന് പിന്നെ ചന്ത ദിവസമാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ രാവിലെ കസ്റ്റമറൊന്നുമില്ല. ഞാനും അജീഷും കൂടെ നേരെ അടുത്തുള്ള ബേക്കറിയിലേക്ക് പോയായിരുന്നു. ഇതാണ് അജീഷ് കേട്ടോ, എൻ്റെ ബെസ്റ്റ് ബഡ്ഡിയാണ് ഇവിടുത്തെ. ആദ്യം 2 ഷവർമ സമൂസയാണ് ഓർഡർ ചെയ്തത്. അതിൻ്റെ കൂടെ 2 ഷാർജയും. അവൻ ബട്ടർ സ്കോച്ചും എനിക്ക് ചോക്ലേറ്റും. അവൻ്റെ ഷാർജ പകുതി ആയപ്പോഴേക്കാണ് എൻ്റെ ഷാർജ വന്നത്. അവൻ പിന്നെ ഈ കാര്യത്തിൽ മാത്രം അവൻ റോക്കറ്റാണ്. എങ്ങനെയാണോ ഇത്രയും സ്പീഡിന് ഈ തണുത്ത സാധനമൊക്കെ വലിച്ച് കയറ്റുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബില്ലും സെറ്റിൽ ചെയ്ത് നേരെ പുറത്തേക്ക്. ഇവ ഏത് ബേക്കറി കയറിയാലും വാങ്ങുന്ന ഒരു സാധനമാണ് ഈ മൗണ്ടൻ ഡ്യൂ. എപ്പോഴും അവൻ്റെ കയ്യിൽ ഒരു മൗണ്ടൻ ഡ്യൂ കാണും. ദിവസം ഒരെണ്ണമെങ്കിലും കുടിച്ചില്ലെങ്കിൽ അവനൊരു സമാധാനവും ഇല്ല. അത് കഴിഞ്ഞ് വെറുതെ വന്നിരുന്നപ്പോഴാണ് യൂട്യൂബിൽ കയറി എന്തെങ്കിലും കാണാമെന്ന് കരുതി. അങ്ങനെ ഈ ബഡ്ജറ്റിൻ്റെ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ഈ കസ്റ്റമർ വന്നു കേട്ടോ. അവർക്ക് അങ്ങനെ ലോണും ചെയ്തിട്ട് നേരെ ഞാൻ ഫുഡ് കഴിക്കാനാണ് പോയത്. അപ്പോഴത്തേക്ക് ഇതാ ഇവനെത്തി. ഇതെൻ്റെ ആശിക്ക്, അടുത്ത ബെസ്റ്റ് ബഡ്ഡിയാണ്. വീഡിയോ എടുക്കരുതെന്നാണ് അവൻ പറയുന്നത്. അപ്പോഴത്തേക്കും അടുത്ത കസ്റ്റമർ വന്നു. അങ്ങനെ അവർക്ക് പക്ഷേ ലോൺ ചെയ്യാൻ വന്നപ്പോഴത്തേക്കും ഗൈസ് എലിജിബിൾ അല്ലാത്തതുകൊണ്ട് ഈ കസ്റ്റമറിന് ലോൺ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ആശയ്ക്ക് ഞാനും കൂടെ പുറത്തിറങ്ങി കുറേ നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു, റോഡിലെ വിശേഷങ്ങളും വീട്ടിലെ വിശേഷങ്ങളൊക്കെ. അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല. പെട്ടെന്ന് തന്നെ വൈകുന്നേരം 7:30 ആയി. ഇനി 1 മണിക്കൂർ കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ പോകാൻ ഗൈസ്. അങ്ങനെ സന്തോഷിച്ചിരുന്നപ്പോഴേക്കാണ് അടുത്ത കസ്റ്റമർ. പിന്നെ അവർക്ക് ഫിനാൻസ് ചെയ്ത് ഇറങ്ങിയപ്പോഴത്തേക്കും കറണ്ട് പോയായിരുന്നു കേട്ടോ. ഇവിടെ ലോഡ് ഷെഡിങ് ആണ്. നേരെ വണ്ടി എടുത്ത് വീട്ടിലേക്ക് പോകുമ്പോൾ മൊത്തം നിഹുവിൻ്റെ ഓർമ്മയാണ് മനസ്സിൽ. രാവിലെ വന്നപ്പോഴത്തേക്കും അവൻ എന്നെ കാണാൻ പറ്റിയില്ല, എനിക്കും കാണാൻ പറ്റിയില്ല, നേരം ഉറക്കമായിരുന്നു. അങ്ങനെ നിഹുവിനെ കണ്ടു. നിഹു ഇത്തി ലോ ആണെന്ന്, അവന് വയ്യ, ഇന്ന് പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ചേരം എൻ്റെ നിഹുവിൻ്റെ സമയമാണ്. ഞാൻ പിന്നെ അവനെ എടുത്ത് പുറത്തിറങ്ങി കുറച്ചു നേരം കളിയും ചിരിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്ത് തന്നെ നിന്നായിരുന്നു. ഞാൻ എത്തിയ സമയത്താണ് ഏതാണ്ട് അപ്പു കുളിക്കാനായിട്ട് കയറിയത്. അങ്ങനെ അപ്പുവിനെ കാണാൻ പറ്റിയില്ല ഗൈസ്. ഞാൻ പിന്നെ റൂമിൽ വന്ന് ഫ്രഷപ്പ് ആവാനുള്ള പരിപാടിയൊക്കെ പിടിച്ചപ്പോഴത്തേക്കും അപ്പു കുളിയും കഴിഞ്ഞെത്തി. അങ്ങനെ പിന്നെ ഞാനും അപ്പുവും നിഹുവായിട്ട് റൂമിലിരുന്ന് ഇന്നത്തെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഡിന്നർ കഴിക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഇവിടെ ലോഡ് ഷെഡിങ് തുടങ്ങിയത്. കറണ്ട് പോയി. ഇതാണ് ഇവിടുത്തെ എമർജൻസി ലൈറ്റ്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. അച്ഛൻ സൗദിയിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. പിന്നെ ഞാനും നിഹുവും കൂടെയാണ് ചോറ് കഴിച്ചത്. നിഹുവിന് ഇന്ന് കഞ്ഞിയായിരുന്നു, പക്ഷെ അവന് കഞ്ഞി അത്ര താല്പര്യമില്ല ഗൈസ്. അങ്ങനെ കറണ്ടൊക്കെ വന്നു. ഞങ്ങൾ കിടക്കാൻ